വിശദമായ വാർത്തകളിലേക്ക്. കാലവർഷം കനിഞ്ഞില്ല. ചിമ്മിനി ഡാമിൽ നിലവിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തേക്കാൾ പകുതിയായി കുറഞ്ഞു. മഴക്കുറവും ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം കോൾനിലങ്ങളിലേക്ക് ഒഴുക്കേണ്ടി വന്നതുമാണ് ജലനിരപ്പ് കുറയുന്നതിന് കാരണമായത്. 76.70 മീറ്ററാണ് ചിമ്മിനി ഡാമിന്റെ പരമാവധി ജലനിരപ്പ്. റിസർവോയർ ലെവൽ 76.40 മീറ്ററും. വ്യാഴാഴ്ചയിലെ കണക്കനുസരിച്ച് 60.43 മീറ്റർ വെള്ളമാണ് ഡാമിലുള്ളത്. ഇത് സംഭരണശേഷിയുടെ 34.91% മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഡാമിലെ ജലനിരപ്പ് 71.27 മീറ്റർ ആയിരുന്നു. സംഭരണശേഷിയുടെ 75.57% വെള്ളമാണ് 2025 ജൂലൈ ആദ്യവാരത്തിൽ ഡാമിലുണ്ടായിരുന്നത്. മലയോര മേഖലയിലും വൃഷ്ടിപ്രദേശങ്ങളിലും മഴ കനത്ത് നീരൊഴുക്ക് കൂടിയാലാണ് ഡാമിലെ ജലനിരപ്പ് ഉയരുകയുള്ളൂ. തിമിർത്ത് പെയ്യേണ്ട ജൂൺ മാസത്തിൽ സംസ്ഥാനത്ത് 34% മഴക്കുറവാണ് രേഖപ്പെടുത്തിയത്. ഇനി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ മഴയെ ആശ്രയിച്ചിരിക്കും ഡാമിലെ ജലനിരപ്പ്. ജില്ലയിൽ ജൂൺ 1 മുതൽ 30 വരെ ലഭിക്കേണ്ടിയിരുന്ന മഴ 709.1 മില്ലിമീറ്ററാണ്. എന്നാൽ പെയ്തതാകട്ടെ 469.2 മില്ലിമീറ്റർ മഴ മാത്രം. മഴയുടെ കുറവും വേനൽക്കാലത്ത് ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം കോൾനിലങ്ങളിലേക്ക് ഒഴുക്കേണ്ടി വന്നതുമാണ് ജലനിരപ്പ് കുറയുന്നതിന് കാരണമായത്. ഡാമിൽ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞെങ്കിലും കാനന സൗന്ദര്യ കാഴ്ചകളുടെ വിരുന്നൊരുക്കി ചിമ്മിനി സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ചിമ്മിനി ഡാമിന്റെ റിസർവോയർ കാഴ്ച അതിമനോഹരമാണ്. റിസർവോയറിലെ വെള്ളത്തിൽ കുട്ടവഞ്ചി യാത്രയ്ക്കും സൗകര്യമുണ്ട്. ഔഷധോദ്യാനം, ശലഭോദ്യാനം, നക്ഷത്രവനം, പക്ഷി നിരീക്ഷണം എന്നിവയും ആസ്വദിക്കാം. 4 പേരടങ്ങിയ സംഘത്തിന്റെ കുട്ടവഞ്ചി യാത്രയ്ക്ക് 500 രൂപയാണ് നിരക്ക്. ചിമ്മിനിയിൽ ഒരു സഞ്ചാരി എത്തിയാൽ 3-4 മണിക്കൂർ ചിലവഴിക്കാവുന്ന കാഴ്ചകളാണ് ഇപ്പോഴുള്ളത്. ഒരു ദിവസം മുഴുവൻ തങ്ങാവുന്ന സ്ഥിതിയിൽ ചിമ്മിനി ടൂറിസത്തെ മാറ്റാവുന്ന പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കെ രാമചന്ദ്രൻ MLA നേതൃത്വത്തിൽ വലിയ പരിശ്രമം പദ്ധതിക്കായി നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മഴയുടെ കുറവ് ജില്ലയിലെ പ്രധാന ജലസംഭരണിയായിട്ടുള്ള ചിമ്മിനി ഡാമിൻ്റെ ജലനിരപ്പിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സംഭരണശേഷിയുടെ 75% വെള്ളമാണ് ഈ സമയത്ത് ചിമ്മിനി ഡാമിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സംഭരണശേഷിയുടെ 35% മാത്രം വെള്ളമാണ് ചിമ്മിനി ഡാമിൽ ഇപ്പോൾ നിലവിലുള്ളത്. വരും ദിവസങ്ങളിൽ കാലവർഷം കനക്കും, വെള്ളത്തിൻ്റെ ജലനിരപ്പ് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കാർഷിക ജലസേചനത്തിനും ഒപ്പം വൈദ്യുതോൽപാദനത്തിനും ഏറെ സഹായകമായ ചിമ്മിനി ഡാമിലേക്ക് നിരവധി സന്ദർശകരാണ് ദിനം പ്രതി എത്തുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.